വേനൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒരുമനയൂർ ലോക്ക് സ്ഥിരമായി തുറക്കണമെന്ന് STU സംസ്ഥാന നേതൃസമിതി അംഗം VP മൻസൂർ അലി ആവശ്യപ്പെട്ടു. ഒരുമനയൂർ ലോക്ക് തുറന്നില്ലെങ്കിൽ മഴ കനക്കുന്നതോടുകൂടി ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത്, കടപ്പുറം ഗ്രാമപഞ്ചായത്ത്, ചാവക്കാട് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. പ്രദേശത്തെ വീടുകൾക്ക് ചുറ്റും ഇപ്പോൾ തന്നെ വെള്ളക്കെട്ടുണ്ട്. വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളർത്തു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പരിസരവാസികൾ ദുരിതത്തിലാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമെന്ന ആശങ്കയിലുമാണ് നാട്ടുകാർ. മൂന്നാംകല്ലു പാലത്തിന്റെ മുകളിൽ നിന്നും അറവു മാലിന്യമടക്കമുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു. നമുക്ക് വേറൊന്നുമില്ല, എൻ്റെ വീട് പാലത്തിൻ്റെ അപ്പുറമാണ്. അപ്പോൾ ഈ പുഴ നിറച്ച് കൊതുക് മുട്ടിട്ടിട്ട് കുഞ്ഞുങ്ങളിങ്ങനെ തിളച്ചിരുന്നാണ് കൊതുക്. ഇപ്പോൾ 2 ദിവസത്തെ മഴ പെയ്ത കാരണം താന്നിരിക്കുകയാണ്. അത് കുറച്ച് വെള്ളം കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൊതുകിൻ്റെ ഈ കച്ചറ വെള്ളം ഉണ്ട് പോയി കിട്ടും നമുക്ക്. അപ്പോൾ കുറച്ച് സമാധാനമാവും. ആ കൊതുകുകളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാവില്ല. ഇത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് കൊതുക് അടിച്ചിട്ടും ഈ ചൂരടിച്ചിട്ടും നാറിയിട്ടൊക്കെ വേസ്റ്റ് ഇവിടെ ഈ പാലത്തിൻ്റെ മേലെ ആദ്യം ക്യാമറ ഉണ്ടായിരുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടമാനം വേസ്റ്റ് കൊടുത്ത് തള്ളുകയാണ് ഈ പാലത്തിൻ്റെ മേലെ നിന്ന്. ഈ കോഴിയുടെ വേസ്റ്റൊക്കെ അവിടെയൊക്കെ നിറഞ്ഞെടുക്കുകയാണ്. വടക്കേ ഭാഗത്തൊക്കെ ഞങ്ങളെ വീടിൻ്റെ ഭാഗത്തൊക്കെ നിറഞ്ഞെടുക്കുന്നു. കോഴിയുടെ വേസ്റ്റും കച്ചറ ഇതൊക്കെ കൊണ്ടിട്ടിട്ട്. അപ്പോൾ നമുക്കിതിന് എന്തെങ്കിലും ഒരു പരിഹാരം നമുക്കിതിന് കണ്ടിടണം. കുറച്ചെങ്കിലും വെള്ളം നിങ്ങൾ തുറന്നു വിടും.